പ്രായത്തിൽ കുറഞ്ഞ ഒരാളെ കല്യാണം കഴിക്കുന്നത് ഒരു തെറ്റാണോ? ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ ആൾക്കാർ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു. എനിക്ക് 32, 26 അങ്ങനെ ആ ഒരു ഏജ്, 27 അങ്ങനെ ഏജ്, അതൊക്കെ ഒരു ചെറിയ വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും എന്താണ് സത്യം? കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. സർഫലീനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ്? അവൻ ഒരിക്കലും. സാജിദ റെഡിയാണോ? സർഫലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല, നിയമപരമായിട്ട് പോകും എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ അങ്ങനെയാണ് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു. ഒരുപാട് പേരുടെ മേലെ എനിക്ക് കേസും കാര്യങ്ങളായിട്ട് പോവായിരുന്നു. നിയമപരമായിട്ട് പോവാണെങ്കിൽ പോവുക ചെയ്യാം. കാരണം ഇവൻ എന്നെ ചീറ്റ് ചെയ്തു, ഇവൻ എന്റെ കൂടെ ഇത്ര മാസം ഉണ്ടായി, ഇവൻ എന്നെ ഇതാക്കി. അവരിപ്പോ എൻ്റെ അടുത്ത് വേറൊരു പ്രപ്പോസ് വന്നാലും മക്കൾ എന്നെ അടുത്ത് ചോദിക്കാം, അപ്പൊ സർഫലിയോ ചെയ്യും. സാജിദയുടെ വേറെ മറ്റ് ബന്ധങ്ങൾ അറിഞ്ഞിട്ട് ആള് മനസ്സുരുകിയിട്ട് സൂയിസൈഡ് ചെയ്തതാണ്? ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ഇപ്പോ എന്റെ ഫോൺ എപ്പോഴും എൻ്റെ കയ്യിലായിരിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്ക് അതിന് സൂസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ തമാശക്ക് ഒരാളുടെ പേരെഴുതി ദേഹത്തിടുന്നത് അല്ല, പേരെഴുതിയപ്പോ എല്ലാവരും ഇടുന്നുണ്ട്. നമ്മളവര് കെട്ടിയാലാണ് അതൊരു മെഹർ. വെറുതെ ഒരു ചെയിനും ഒരു പേരിട്ട് പറഞ്ഞാൽ അതൊരു ഒരിക്കലും ഒരു മെഹർ ആവില്ല. അപ്പൊ അത് മനഃപൂർവ്വം ഒരു റീച്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റ്? റീച്ച് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നെഗറ്റീവായി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് കല്യാണത്തിന്റെ ടോപ്പിക് എടുത്തിട്ട്. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി എല്ലാ ആൾക്കാർക്കും അറിയാം. ഒരു ഫേമസ് യൂട്യൂബർ ആണ് സാജിദ. ഹലോ. ആക്ച്വലി ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ യൂട്യൂബിൽ ആണെങ്കിലും. എനിക്ക് തോന്നുന്നു യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ഇപ്പം ഭയങ്കര പീക്കിൽ നിന്നോണ്ടിരിക്കുന്ന ഒരു ടൈമാണല്ലേ. ഇതുവരെ ഉള്ളതിൽ വൈറലായ ഒരു സമയം ഇതാണോ? അതെ. ഓക്കെ. എന്ത് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ആൾക്കാരുടെ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ എന്നൊക്കെ പറയില്ലേ, അതാണ് സംസാര വിഷയമായിട്ട് മാറി ഇപ്പൊ സജിദയുടെ ലൈഫൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നൊക്കെ. എന്താ ഫീൽ ചെയ്യുന്നത്? അതിലിപ്പോ എനിക്ക് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് അവരുടെ ഓരോ ടോപ്പിക് കിട്ടുമ്പോ അതിങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇടണോ, അത്ര തന്നെ മാറി വരണം. ഓക്കെ, എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. ആക്ച്വലി ഇപ്പൊ നമ്മള് ഒരു വിവാഹം കഴിക്കുന്നതും അല്ലെങ്കിൽ വേറെ വിവാഹത്തിലേക്ക് പോകുന്നതും അതൊന്നും വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലേ? 1, 2, 3, 4 അതിലും കൂടുതൽ വിവാഹം കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ സാജിദയുടെ ഒരു കാര്യം വന്നപ്പോ അതെന്തുകൊണ്ട് ആൾക്കാർക്ക് തെറ്റാണ്, അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും എതിർത്തതെന്ന് തോന്നിയിട്ടുണ്ടോ? അത് കൂടുതലായിട്ട് 5 കുട്ടികളുണ്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് കൂടുതലായിട്ട് എടുത്തു പറയുന്നത്. 5 മക്കളുള്ളതുകൊണ്ട് വേറെ കല്യാണം കഴിച്ചാൽ അത് നല്ലതായി പോവില്ല, മക്കളുടെ ഭാവി ഇതാവും എന്നെല്ലാം പറഞ്ഞിട്ടാണ് പ്രശ്നം. അല്ലാണ്ട് ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മെയിനാ മക്കള് ഉണ്ടല്ലോ, 5 കുട്ടികളുണ്ടല്ലോ, അവരുടെ നോക്കിയാൽ പോരെ, എന്തിനാ വേറൊരു കല്യാണം, അങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ല, 5 മക്കളുണ്ട് ഉള്ള ഒരാൾക്ക് ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് വേറൊരു ജീവിതം പാടില്ല എന്നല്ല അപ്പം ആൾക്കാർ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ സാജിദയ്ക്ക് എന്താ അതിൽ തോന്നുന്നത്? അതെ, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് പേഴ്സണലി ഇപ്പൊ മക്കളെ ഞാൻ അല്ലെങ്കിൽ നോക്കുന്നുണ്ട്, കല്യാണം കഴിച്ചാലും ഞാൻ അവരെ നോക്കും. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നണില്ല. പിന്നെ ഒന്നാമത്തേത്, എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിലാണ് പ്രശ്നം. അങ്ങനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടായത്. അല്ലാണ്ട് ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പ്രായത്തിൽ കുറഞ്ഞ ഒരാളെ കല്യാണം കഴിക്കുന്നത് ഒരു തെറ്റാണോ? കാരണം എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്, 10ഉം 12ഉം വയസ്സിന് വ്യത്യാസങ്ങളുള്ള ആൾക്കാർ കല്യാണം കഴിക്കും. അപ്പൊ അതെന്താ സാജിദയുടെ കാര്യം വന്നപ്പോ അതൊരു ആൾക്കാർക്ക് പ്രശ്നമായിട്ട് മാറി? എനിക്കറിയില്ല. എല്ലാവരും അതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ ആൾക്കാർ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു സംഭവത്തിലാണ് ആൾക്കാർ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചെറിയ ചെക്കൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 32, 26 അങ്ങനെ ആ ഒരു ഏജ്, 27 അങ്ങനെ ഏജ്, അതൊക്കെ ഒരു ചെറിയ വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് 22, 23 വയസ്സാണ്. അതൊക്കെയാണ് ചെറിയ വയസ്സെന്ന് അങ്ങനെ പറയാം. എനിക്ക് 15 വയസ്സ് അങ്ങനെയായിരുന്നു. അപ്പൊ ഇതിപ്പോ ഒരു ഏജ് ഡിഫറെന്റ്. അപ്പം
അപ്പം എൻ്റെക്കും ഞാനും കൂടിയിട്ട് ഒരു 9 വയസ്സിനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മളെക്കാട്ടിയും താഴെയുള്ള ചെക്കന്മാരെ കല്യാണം കഴിച്ചാൽ അവർക്ക് പ്രശ്നം. അതാണ് കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ടോപ്പിക്. അതാണ് സ്ത്രീകൾ പ്രായത്തിൽ കുറഞ്ഞ ആളെ കല്യാണം കഴിക്കരുത് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവം. ഓക്കെ, നമ്മളിപ്പം അതായത് ഇപ്പം സാജിദ ഇപ്പം ഹസ്ബൻഡ് മരിച്ചു, അപ്പം 5 കുട്ടികളുണ്ട്, അവരെ നോക്കുന്നു, യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധു സ്ത്രീ, എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ്, ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. എനിക്ക് തോന്നുന്നു ഭയങ്കര സപ്പോർട്ടുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴും പറയും ഇക്കയാണ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല, എന്നും ഇക്ക എൻ്റെ മനസ്സിലുണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് മരിച്ച് ഏകദേശം 1 year ആകുമ്പോഴേക്കും പെട്ടെന്ന് ഞാനൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മഹാറൊക്കെ ആയിട്ട് വരുന്നു. അപ്പം അതും ആൾക്കാർ, എനിക്ക് തോന്നുന്നു അതും ഓക്കെ എന്ന് പറഞ്ഞ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്തു, അവർക്കും വേറൊരു ജീവിതം ആകാലോ എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറയാം അത് ഫ്രണ്ടാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സാജിദനെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ തിരിഞ്ഞത്. അപ്പം ശരിക്കും എന്താണ് സത്യം? കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ ഒരു സംഭവത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സും അല്ലാണ്ടും പുറമേ നമ്മളിപ്പോൾ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല അപവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കണ്ടന്റ് പിടിച്ചത്. പക്ഷെ ആ കണ്ടന്റ് ഇത്ര വൈറലാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് പക്ഷെ നമ്മൾ ഇത്രയും വൈറലായി നിൽക്കുന്ന ഒരാള് എന്ത് ചെയ്താലും അത് വൈറലാവുമല്ലോ. അപ്പൊ അത് മനഃപൂർവ്വം ഒരു റീച്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റ്? റീച്ച് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നെഗറ്റീവായി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് കല്യാണത്തിന്റെ ടോപ്പിക് എടുത്തിട്ടത്. അപ്പൊ ഇത്ര നാളും സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്തവർ ഇപ്പോഴും സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും സപ്പോർട്ടാണ്, അല്ലെങ്കിലും സപ്പോർട്ടാണ്. ഇപ്പോഴും അവർ സപ്പോർട്ടുണ്ട്. സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും സപ്പോർട്ടാണ്. നെഗറ്റീവ്സ് ആയിട്ട് ഫസ്റ്റ് മുതലേ നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ആൾക്കാർ ഇപ്പോഴും ആ നെഗറ്റീവിൽ തന്നെ നിൽക്കണം. അതിപ്പോ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അവർ നെഗറ്റീവ് തന്നെ പറയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടതിന് ശേഷം ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് തിരിച്ചടി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ വായ അടുപ്പിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഞാൻ കല്യാണം ഇനി കഴിക്കില്ല, അങ്ങനത്തെ എനിക്കൊന്നും ഇത്ര ചെറിയ ചെക്കന്മാരനൊന്നും കിട്ടില്ല എന്നൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു ഇത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ടപ്പോൾ ശരിക്കും ഷോക്കായിട്ടുണ്ട് എല്ലാവരും. ഇത്ര ചെറിയ ചെക്കൻ അങ്ങനെ ഇങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അവർക്ക് ഷോക്കായി. കല്യാണം കഴിച്ചു ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ട് തന്നെയാണ്. അതിൽ തന്നെയാണ് ചില ആൾക്കാരൊക്കെ വിശ്വസിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ അതിലെനിക്കിപ്പോ ഒന്നും പറയാനില്ല. പക്ഷെ ആ ഒരു വിശ്വാസം സാജിദ തന്നെ മാറ്റിയല്ലോ. തിരിച്ച് ലാസ്റ്റ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതെന്തിനാ അങ്ങനെ മാറ്റി പറഞ്ഞേ? കഴിച്ചിട്ടില്ല, സത്യം അതാണല്ലോ. അതുകൊണ്ടാണ് അത് മാറ്റി പറഞ്ഞത്. തിരിച്ചടി അല്ല, അവർക്കുള്ള ഒരു പണി കൊടുക്കുകയും ചെയ്തു. പിന്നെ തിരിച്ച് എന്താ പറയുക, നമ്മളെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എന്നെ വിളിക്കലും സംസാരിക്കലും ഷാജി എന്താ സത്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കണവരെ ഒരിക്കലും നമ്മൾ ഇതാക്കരുതല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അവർക്ക് തിരിച്ചടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ശരിക്കും സാജിദക്ക് തന്നെ അതൊരു തിരിച്ചടി ആയ പോലെ ആയില്ലേ? അത് കുറച്ച് റിയാക്ഷൻ വീഡിയോസുകാർക്ക് കുറച്ചൊരു കണ്ടന്റ് ആയി കിട്ടി. കുറെ ഇപ്പോൾ ഒരു 2 week 3 week ആയിട്ട് അതെന്നെ കണ്ടന്റ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് കണ്ടന്റ് കിട്ടി. എപ്പോഴും ഡെയിലി യൂട്യൂബ് എടുത്താൽ ഷാജി ഇങ്ങനെ, ഷാജി അങ്ങനെ എന്നുള്ള വീഡിയോസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് വിളിച്ചിട്ട് പറയാം ഷാജി നിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, മൊത്തം യൂട്യൂബ് തുറന്നാൽ നീയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ല, അതിലെനിക്ക് കുറച്ച് സന്തോഷമുണ്ട്. കാരണം എനിക്ക് റീച്ച് കൂടുന്നുണ്ട്. എനിക്ക് എന്താണോ എന്ന് നോക്കിയിട്ട് അതിൽ കാണുന്നവർ ഇതെന്താ സംഭവം എന്നിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ട് കാണുന്നവരുണ്ടല്ലോ. അപ്പം നമുക്ക് വ്യൂസും അതിനനുസരിച്ച് കൂടും, സബ്സ്ക്രൈബേഴ്സും അതിനനുസരിച്ച് കൂടും. അപ്പോൾ പിന്നെ നമുക്കത് ലാഭം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു സ്വന്തം ലൈഫ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു റിസ്ക് ആണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് കല്യാണം കഴിച്ചു എന്ന് പറയാ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല എന്ന് പറയാ. അപ്പൊ എന്തൊക്കെ വന്നാലും എൻഡ് ഓഫ് ദ ഡേ ഇത് വന്ന് ചേരുന്നത് സാജിദയുടെ തലയിലാണല്ലോ. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്ര വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ശരിക്കും ജസ്റ്റ് ഒരു ഇതിൻ്റെ മുന്നൊരു Q&A ക്വസ്റ്റ്യനിൽ ഞാനിട്ട് അതിലും ഇതേപോലെ ക്വസ്റ്റ്യൻ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചിട്ടായിരുന്നു.
അപ്പം ആ ഒരു സംഭവത്തിന് ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് എടുത്തിട്ടത്. അങ്ങനെയാണ്. പക്ഷെ ഇത് ഇത്ര അങ്ങോട്ട് കത്തിക്കയറുന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവരും കണ്ടന്റ് ആണ്. അത് പറഞ്ഞാൽ Q&A ക്വസ്റ്റ്യൻ ചോദിച്ചവർക്കുള്ളൊരു മറുപടി ആയിരുന്നു. കല്യാണം ഞാൻ കഴിക്കാതിരിക്കുമൊന്നുമില്ല, എനിക്ക് നല്ല സപ്പോർട്ടീവായിട്ട് വന്ന ആളാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കുറച്ച് നല്ല കേറി. അതിലും കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. എന്തിനാ നീ കല്യാണം കഴിക്കണ, അതിന്റെ ആവശ്യമില്ല, 5 മക്കളില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. പിന്നെ റിയാക്ഷൻസ് വീഡിയോസ് ഫസ്റ്റ് നല്ലത് പറയും, പിന്നെ നമ്മൾ എയറിൽ കയറ്റും, അങ്ങനെയുള്ളവരാണ്. ഓക്കെ. ഇപ്പം നിലവിൽ കല്യാണം കഴിച്ചിട്ടില്ല? നിലവിൽ കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ കാട്ടിക്കൂട്ടിയതൊക്കെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഒരു തിരിച്ചടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അത് സ്വയം ഇപ്പൊ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീണു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. അതില് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഇത്രയൊന്നും വേണ്ടായിരുന്നു തോന്നിയത് എന്താന്ന് വെച്ചാല്, ഞാനതൊരു ദേഷ്യത്തിന്റെ പുറത്ത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന്റെ ടോപ്പിക്ക് എന്റെ വീഡിയോസിൽ ഞാൻ പറയണില്ല. ശരിക്കും ഞാനതൊരു ഞങ്ങളൊരു ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയ ആ ഒരു സംഭവം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു വീഡിയോസ് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഒരു പാട്ടായിട്ട് എടുത്തിട്ടുള്ളൂ. അതിൽ ഒരിക്കലും ഇന്ന ആളെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറയില്ല. അതിന് മുന്നേ ഞാൻ കല്യാണത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും ഇന്ന ആളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോസിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്സ് എടുത്തിട്ടതും ആ പിക്കുകളൊക്കെ അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ സൂഫി സഫർ ഇസ്ലാമിക് ചാനലിലാണ് എടുത്തിട്ടത്. അയാളാണ് പറയുന്നത്, അയാൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ എനിക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഷാജി നിന്റെ കല്യാണം കഴിഞ്ഞോ ശരിക്കും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അയാളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇവിടുത്തെ കാരനാ ഏതാന്നൊക്കെ ചോദിച്ചു. ഞാൻ കാസർഗോട്ടുകാരനാണ്, ഇങ്ങനെ എന്നെ പേരാണെന്നെല്ലാം പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു, വീഡിയോയിലൊന്നും ഇത് പറയരുതേ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇടരുതേന്ന്. പക്ഷെ അയാൾ അടുത്ത സെക്കൻഡ് തന്നെ ആ വീഡിയോ ഇട്ടു. അതൊരു കണ്ടന്റ് ആക്കി പിക്ചറൊക്കെ എടുത്തിട്ടു, ഷാജി കല്യാണം കഴിച്ചു, ഇന്ന ചെക്കനാണ് എന്നൊക്കെ എല്ലാം പറഞ്ഞിട്ട് അയാൾ ആ വീഡിയോ ഇട്ടു. അതിനെല്ലാവരും ഏറ്റെടുത്തു. ആ വീഡിയോസിനെയാണ് പിന്നെ എല്ലാവരും കണ്ടന്റ് ആയിട്ട് റിയാക്ഷൻ വീഡിയോസ് എല്ലാവരും ഇട്ടോ. അങ്ങനെയാണ് യൂട്യൂബിൽ മൊത്തം വൈറലായത്. അങ്ങനെയാണ്. ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ വയനാട് പോയി എന്ന് പറഞ്ഞു, അത് ട്രിപ്പായിരുന്നോ? അതൊരു ട്രിപ്പും പിന്നെ എനിക്ക് അവിടെ ഒരു കുറച്ച് വർക്കും കാര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് പോയി. അപ്പോൾ ഇവൻ ഫ്രണ്ടായിട്ട് എനിക്കൊരു 5-6 മാസത്തോളമായിട്ട് ഇവൻ എൻ്റെ ഫ്രണ്ടാണ്. കാസർഗോഡത്തെ ഈ ഷർഫ് അലി പറയുന്ന ആൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവരും ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ പോയി. പ്രമോഷൻ ആയിരുന്നു. 5-6 മാസമായിട്ടാണ് ഈ പുള്ളി ഫ്രണ്ടായിട്ട്. പക്ഷെ ഒരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു, ഇക്ക ഉള്ള സമയത്ത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമില് ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ ഇവനായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. ഫ്രണ്ട് എന്റെ റീൽസിനൊക്കെ ലൈക്ക് ഇടും, സ്റ്റോറിക്കൊക്കെ മെൻഷൻ ആക്കാൻ പറയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഇവനായിട്ട് ഞാൻ ചാറ്റിങ്ങോ മെസ്സേജസോ ഒന്നുമില്ല. അപ്പം ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഒരു സ്റ്റോറി ഒരു സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി റീൽ ഇട്ടപ്പോഴാണ് ഇവൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചത്. അത് ഇക്ക മരിച്ചിട്ട് ഒരു 4 മാസം എന്തോ കഴിഞ്ഞിട്ടാണ് ഇവൻ എന്നോട് ചോദിക്കുന്നത്, എന്താ പ്രശ്നം, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇക്ക എവിടെ പോയി എന്നെല്ലാം ചോദിച്ചിട്ട് ഇവർ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇക്ക മരിച്ച ആ ഒരു ഷോക്കിൽ ഭയങ്കര സാഡായിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പോഴാണ് ഇവൻ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെയാണ് ഇവൻ എന്നിട്ട് സംസാരിച്ച് തുടങ്ങിയത്. അങ്ങനെ ഇവനായിട്ട് സംസാരിച്ചു, അങ്ങനെ ചാറ്റിങ് തുടങ്ങി, അങ്ങനെ ഫ്രണ്ട്സായി. അങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്. ഇപ്പം വയനാട് പോയ സമയത്ത് ഇട്ട ഒരു റൂമല്ല ശരിക്കും, അതൊരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പൊ ഞാനും ഇതേപോലെ ഒരു സോഫ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോളുകൂടെ കൈയിട്ടു. അത് അവൻ്റെ ഫ്രണ്ട് പിക്ക് എടുത്തു. അവൻ ഫ്രണ്ടിൽ ഇരിക്കണായിരുന്നു, അവൻ എടുത്തു ആ ഒരു പിക്കാണ് അത്. എല്ലാവരും വിചാരിച്ചു ഇത് റൂമിലാണ്. ഒരിക്കലും റൂമല്ല, അത് ഇങ്ങനത്തെ ഒരു സോഫ ഇട്ടിട്ട് അവിടെ ഇരുന്നതാണ്. ആ പിക്ക് സാജു തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. ഞാൻ തന്നെയാണ് ആ പിക്കും പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടിയിട്ടാണ് ഒരു ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അത് കണ്ടപ്പോഴാണ് ആൾക്കാർ റൂം എടുത്തു, താമസിച്ചു, അങ്ങനെയൊക്കെ ഇപ്പൊ വൈറലായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. ഞാനത് വൈകുന്നേരം തന്നെ ഡിലീറ്റ് ചെയ്തു. ഞാനത് അവനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് ഇട്ടതാണ്. ആരോട്?
ഇവൻ ഷർഫലിനോട് തല്ലുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതിൽ തീർത്തതാണ്. ഞാൻ നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇടും എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടു. ഇട്ട ടൈമില് ഞാൻ ഇത്ര കാര്യമാക്കിയില്ല, ഇത് ആൾക്കാർ എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പിന്നെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും സോൾവ് ആകുമ്പോഴേക്കും ഞാൻ ഡിലീറ്റും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും എടുത്ത് കൈയിട്ട് പോയി. അപ്പൊ ഇങ്ങനെ ദേഷ്യം വരുമ്പോ ഇങ്ങനെ വേറൊരാളുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഒക്കെ ഇടുന്നത് തെറ്റല്ലേ? അതെ, പക്ഷെ അതിന് മാത്രം ഒരു ദേഷ്യം ആയിരുന്നു. അത് അവനിക്കും അറിയാം ചെയ്തത് അങ്ങനെ അതുകൊണ്ടാണെന്ന് അറിയാം. ഇപ്പം നിങ്ങളിപ്പോ അപ്പൊ ഷർഫലിയും സാജിദയും തമ്മിൽ ഇപ്പോഴും സൗഹൃദം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് പ്രണയമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹങ്ങളോ ഒന്നുമില്ല? സപ്പോസ് ഷർഫലീനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ്? അവൻ ഒരിക്കലും റെഡിയാണോ? അല്ല, ഒരിക്കലും അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല. കാരണം അവന്റെ വീട്ടില് അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവന്റെ ഉമ്മാനായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതാണ്. പിന്നെ അവനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ആ ഒരു സംഭവം പ്ലാനിങ് ഒന്നും ഒരിക്കലും ഇടാൻ പറ്റില്ല. അഥവാ അങ്ങനെ ഒരു ചാൻസ് വന്ന അവനൊരു പ്രപ്പോസ് വന്നാൽ അവന് വേറെ കല്യാണം കഴിക്കണേൽ എനിക്ക് വിരോധമില്ല. എനിക്ക് അതേപോലെ ഒരു പ്രപ്പോസ് വന്നാൽ ഞാൻ കല്യാണം കഴിക്കും, അത്ര. പക്ഷെ സൗഹൃദം എപ്പോഴും ഉണ്ടാവും. പക്ഷെ വേറൊരു ഇന്റർവ്യൂല് സാജിദ പറഞ്ഞു ഷർഫലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല, നിയമപരമായിട്ട് പോകും എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിങ്ങനെ മാറ്റി പറഞ്ഞിരിക്കുന്നത്? അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അതിന് നമ്മളിപ്പോ അങ്ങനെയാണ് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു. ഒരുപാട് പേരുടെ മേലെ എനിക്ക് കേസും കാര്യങ്ങളായിട്ട് പോവായിരുന്നു. ഇപ്പൊ എന്റെ ഈ ഷോർട്സ് എടുത്തിട്ട ആൾക്കാരുടെ മേലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഇവന്റെ പേരിലും ഇവൻ എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ഒരിക്കലും ഞാൻ അവന്റെ പേരിൽ അങ്ങനെ കേസും കാര്യങ്ങളായിട്ട് പോയില്ല. പിന്നെ ഞാൻ അങ്ങനെ അവിടെ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അത് വേറെ കല്യാണം കഴിച്ചു പറഞ്ഞാലും ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷെ എനിക്ക് അവന് ഇഷ്ടമാണ്. അവൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ റെഡി ആണെങ്കിൽ ഒരിക്കലും. പക്ഷെ അത് അവനിക്ക് അവന്റെ വീട്ടുകാരനെ വിട്ടിട്ട് അവന്റെ ഉമ്മ, പെങ്ങന്മാര്, ഉപ്പ, അവരുടെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം സ്വന്തം ചാനലാണെങ്കിലും ഇതുപോലുള്ള ഇന്റർവ്യൂസിലാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്റർവ്യൂല് ശരിക്കും അത് സാജിദ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈ ഷർഫലി എന്നെ ഇട്ടിട്ട് അല്ല, എനിക്ക് നിയമപരമായിട്ട് പോവണമെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. കാരണം ഇവൻ എന്നെ ചീറ്റ് ചെയ്തു, ഇവൻ എന്റെ കൂടെ ഇത്ര മാസം ഉണ്ടായി, ഇവൻ എന്നെ ഇതാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് പോവാം. പക്ഷെ അത് ചുമ്മാ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചുമ്മാ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ആണല്ലോ ഇപ്പൊ ഓരോ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യം ഇതേപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോ ഇങ്ങനെ ചിന്തിക്കില്ലേ ഇതിന്റെ ഒരു വരായിക എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ എടുത്ത് ചാടി അങ്ങനെ പോകുന്നില്ലല്ലോ. ഇന്റർവ്യൂസിൽ ഇപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണം അതിനനുസരിച്ചിട്ടുള്ള അപ്പൊ എന്താ തോന്നുന്ന ആ ആൻസർ പറയണു, അത്രേ ഉള്ളൂ. അതിപ്പോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങണമെന്നൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ പറയുന്നതാണ് ഓരോന്ന്. ഓക്കെ. അപ്പം വേറൊരു ഇന്റർവ്യൂല് സാജിദ പറഞ്ഞു ഇപ്പം സപ്പോസ് ഷറഫലീനെ കല്യാണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ സാജിദക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു തീരുമാനം അവന് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്. പക്ഷെ ആളുടെ ഒരു സാഹചര്യം വെച്ചിട്ട് അത് നടക്കില്ല ഒരിക്കലും. അവന്റെ ഒരു സാഹചര്യം, അവന്റെ വീട്ടിലത്തെ സാഹചര്യം നോക്കിയിട്ട് അവനിക്കിപ്പോൾ എന്നെ ഇഷ്ടമാണെങ്കിൽ പോലും അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുടുംബത്തിൽ അവൻ പ്രശ്നമാവും. ഒരു മോനാണ്, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കണം. അങ്ങനെ പിന്നെ അവൻ്റെ ഏജ്, പിന്നെ എനിക്ക് മക്കള് കാര്യങ്ങൾ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മക്കളില്ലെങ്കിൽ ചിലപ്പോൾ അവർ സമ്മതിച്ചു എന്നൊക്കെ വരുമായിരിക്കും. പക്ഷെ ഇത്രയും മക്കള്, മോന് 15 വയസ്സ് ആയി, അപ്പൊ ആ ഒരു സംഭവം കൊണ്ട് എന്തായാലും നടക്കില്ല. ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ മക്കൾക്ക് ഇത് അറിയാവോ എന്ന് ചോദിച്ചപ്പോ മക്കൾക്ക് എന്നെ അറിയാം, അവർക്ക് കുഴപ്പമില്ല, ഷർഫലിനായിട്ട് അവർ ഭയങ്കര കമ്പനിയാണ്. അപ്പം സാജിദ ഇങ്ങനെ ഇതായത് ഇപ്പം സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേരോടുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്താണല്ലോ ഇതിന്റെ ഒരു തുടക്കം. അപ്പൊ മറ്റുള്ളവരോടുള്ള ഒരു ദേഷ്യത്തിന് സാജിദ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ മക്കളും കൂടി അതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പേര് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാല് അവര് പഠിക്കുകയാണ്, അവര് പുറത്ത് പഠിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും അവര് കണ്ടോളന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയാന്നല്ലാണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാല് അവര് ചെറിയ കുട്ടികളാണല്ലോ, അവരുടെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉസ്താദിൻ്റെയൊക്കെ ഫോൺ കിട്ടുമ്പോൾ അവർ നോക്കാന്നല്ലാണ്ട് അവര് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും കാണാറില്ല. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് എപ്പോഴും മക്കൾ സപ്പോർട്ട് ആയിരിക്കുമല്ലോ. പക്ഷെ മക്കൾക്ക് ഇപ്പം അവര് രണ്ടുപേര്
പുറത്ത് നിന്ന് പഠിക്കുമല്ലേ ഒരു സ്ഥാപനത്തില്. അപ്പം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഷറഫ് അലിയുടെ മാരേജ് പ്രപ്പോസൽ വന്ന സമയത്ത് ഇവരും ഷറഫ് അലിയും തമ്മിൽ കമ്പനിയാണ്, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവരിപ്പോ എൻ്റെ അടുത്ത് വേറൊരു പ്രപ്പോസ് വന്നാലും മക്കൾ എൻ്റെ അടുത്ത് ചോദിക്കാം അപ്പൊ ഷറഫ് അലിയോ ചെയ്യും. കാരണം അവർക്ക് അവനെപ്പോഴും വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അറിയാലോ. അപ്പൊ അതിൻ്റെ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമാണ്, മക്കൾ സപ്പോർട്ടാണ്. ഓക്കെ. ഇപ്പം ഷറഫ് അലീനായിട്ട് ഇപ്പൊ നിലവിൽ എന്താണ് നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണ്? ഫ്രണ്ട്സ് ആണ്. ഞാൻ മെസ്സേജ് അയക്കും, എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഇത്രയും പ്രശ്നങ്ങളായിട്ടും അവൻ എന്നെ ഇതാക്കിയിട്ട് അവോയ്ഡ് ചെയ്ത് പോവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. ഞാൻ സാജിദയുടെ ഞാൻ ഇപ്പം ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ആൾക്കാരുടെ പ്രീവിയസ് സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഓരോ ഇന്റർവ്യൂവിലും ഡിഫറെന്റ് സാധനങ്ങളാണ് പറയുന്നത്. ഒരെണ്ണത്തിൽ പറഞ്ഞതല്ല ഇതിൽ പറയുന്നത്, ഇപ്പം അതിൽ പറഞ്ഞതല്ല ഇപ്പൊ ഇവിടെ പറയുന്നത്. ഓരോ ഇന്റർവ്യൂസും ഓരോ റീച്ച് കിട്ടിക്കോട്ടെ. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ ഇങ്ങനെ സ്പോട്ടിൽ ഇങ്ങനെ പറയാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കണേനും ഇപ്പൊ എനിക്ക് നിങ്ങൾ എന്താ ചോദിക്കാന്ന് തന്നെ എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കണേന് ആ സ്പോട്ടിൽ പറയണ അപ്പൊ എനിക്ക് എന്താ തോന്നി ഞാൻ അത് പറയണം, അത്രേ ഉള്ളൂ. പിന്നെ അതില് എന്താണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അപ്പൊ കയ്യിൽ കിട്ടണൊക്കെ പറയും. അതായത് സാജിദ പറയുന്നത് മൊത്തം കള്ളാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ്. അല്ല, ഇപ്പൊ പറഞ്ഞതൊന്നും കള്ളല്ല. നമ്മള് മറ്റേ ഇന്റർവ്യൂസിലും പറഞ്ഞേ അതിലിപ്പോ ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. അതിലിപ്പോ എന്താ പറഞ്ഞത്, കല്യാണം കഴിക്കാൻ അവനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് അവൻ എന്നെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കള്ളല്ല. അതിപ്പോ എനിക്കിപ്പോൾ സപ്പോസ് അവൻ എന്നെ ഇതായിട്ട് അവോയ്ഡ് ആക്കിയിട്ട് പോവാണ് അല്ലെങ്കിൽ ഇതാക്കണമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നിയമപരമായിട്ട് നേരിടാം. അത് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് മുന്നേ പറഞ്ഞില്ല അങ്ങനെ ഒന്നും ചെയ്യില്ല. അതല്ല എവിടെയെങ്കിലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ എനിക്ക് അതങ്ങനെ ചെയ്യാനുള്ള വകുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്. അത്രേ ഉള്ളൂ. ഉണ്ട്, പക്ഷെ ചെയ്യില്ല. ഓക്കെ. ഇപ്പം ഈ ഇത്രയും ദിവസത്തെ ഓരോ ഇഷ്യൂസിലും ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിലും ഇപ്പം ഷറഫ് അലിയുടെ പേര് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് ആൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ പേരിന് പറയരുത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അല്ല, അവന്റെ പേര് ഓൾറെഡി എല്ലാവരും അറിഞ്ഞു, മനസ്സിലാക്കി. അങ്ങനെ ഞാന് ഫസ്റ്റ് ഒന്നും അവന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ഓരോ വീഡിയോസിലാണ് അവന്റെ പേരും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ചോദിക്കുമ്പോൾ ഞാൻ അവന്റെ പേരും കാര്യങ്ങളൊക്കെ പറയലുണ്ട്. അതിൽ അവനിക്ക് പ്രശ്നമുണ്ട്. കാരണം ഇങ്ങനെ അവന്റെ പേരിങ്ങനെ വീഡിയോസിലൊക്കെ അങ്ങനെ വന്ന് പോകുമ്പോൾ അവനിക്ക് അവന്റെ ഫാമിലീസിനൊക്കെ പ്രശ്നമാണ്, പ്രോബ്ലംസ് ആണ്, അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഓക്കെ. ഇപ്പം 5 കുട്ടികളുണ്ടല്ലോ, അപ്പം 2 പേര് ഓർഫനേജിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം ആൾക്കാരിങ്ങനെ പറയില്ലേ ഒരു യൂട്യൂബറാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇത്രയും ഇൻകം ഉള്ള ഒരാളാണ്, അപ്പം മക്കളെ നോക്കാതെ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിർത്തുന്ന. യൂട്യൂബ് വരുമാനം വരുന്നതിന് മുന്നേ ഞാൻ അവരെ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്. പിന്നെ ആ സ്ഥാപനത്തിൽ നിർത്തി പഠിപ്പിക്കുക എന്ന് വെച്ചാൽ പഠിപ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് അവരെ നോക്കാൻ പറ്റായിക അങ്ങനെയല്ല. അന്നും ഇപ്പൊ എനിക്ക് നോക്കായിരുന്നു. നമുക്ക് സാധാരണ രീതിയിലാണെങ്കിൽ അവരെ നോക്കാം. പക്ഷെ പഠിപ്പ് മെയിൻ ആണല്ലോ. പഠിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമുക്കിപ്പോൾ എല്ലാവരുടെയും കണ്ടിന്യൂസ് ആയിട്ട് 5 ആളിനെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നല്ല മതപരമായിട്ടും അല്ലാണ്ടും പഠിപ്പ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് കൊണ്ടുവിട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ അവരെ മാറ്റി നിർത്തുക അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല. അപ്പൊ ആ 2 മക്കൾക്ക് മാത്രം മതിയോ അല്ല സംഭവം? ഞാൻ ഓരോരുത്തരും അങ്ങനെ മാറ്റും. ഇപ്പൊ മറ്റോന് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവന് ഇനി അടുത്ത വർഷം അവനെ അങ്ങോട്ട് മാറ്റും. അങ്ങനെ മക്കളെ ഏജ്ഡ് ആയി പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റും. ആ ഒരു സമയത്തിനനുസരിച്ച് അവരെ മാറ്റും. ഓക്കെ. ഇപ്പം ലാസ്റ്റ് ഇന്റർവ്യൂസിൽ മഹർ കാണിക്കുന്നുണ്ടായിരുന്നു, അതിലൊരു ലോക്കറ്റിലൊരു പേരുണ്ടായിരുന്നു. അപ്പം ആ ആങ്കർ ആ പേര് കണ്ടല്ലോ. അപ്പം ഇപ്പോഴാ മഹർ ഉണ്ടോ? ഇല്ലില്ല, മഹർ ഞാൻ അയച്ചു വെച്ചു. അപ്പം മഹർ എന്നൊക്കെ പറയുന്നത് നമ്മള് മുസ്ലിം ലേഡീസ് നല്ല പൊതുവെ താലി അതൊക്കെ കുറച്ചുകൂടി ഒരു പ്രഷ്യസ് ആയിട്ട് എല്ലാരും ഞാൻ പറയുന്നില്ല, എന്നാലും പൊതുവെ അങ്ങനെ ആണല്ലോ. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോ അതൊരു മോശമായിട്ട് ഫീൽ ചെയ്യാറില്ലേ? ചുമ്മാ തമാശക്ക് ഒരാളുടെ പേരെഴുതി ദേഹത്തിടുന്നത്.
അല്ല, പേരെഴുതി ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട്. അതിലിപ്പോൾ റിങ്ങിലായാലും മറ്റൊരാളുടെ പേര് എഴുതിയിട്ടിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ചെയിനിലായാലും ഇപ്പോൾ മോഡലായിട്ട് പേരെഴുതിയിട്ട് ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ മെഹറായിട്ട് നമ്മളവർ കെട്ടിയാലാണ് അതൊരു മെഹർ. വെറുതെ ഒരു ചെയിനും ഒരു പേരിട്ട് പറഞ്ഞാൽ അതൊരു ഒരിക്കലും ഒരു മെഹർ ആവില്ല. നമ്മൾ വായ കൊണ്ട് പറഞ്ഞാലും ആവില്ല. അത് നമ്മളെ കഴുത്തിലിട്ട് തരികയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മെഹറാണ്. അതിനൊരു വാല്യൂ ഉണ്ട്. അല്ലാണ്ട് ജസ്റ്റ് ഇപ്പം ഞാൻ മേടിച്ചിട്ടിരുന്നതിന് വലിയൊരു വാല്യൂ ഇല്ല. അപ്പൊ അത് ചുമ്മാ ആ ഒരു ജസ്റ്റ് ഒരു മാലയായിട്ട് മെഹറിന്റെ മഹത്വം എന്ന് പറയുമ്പോ ഇപ്പോ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിച്ചവരൊക്കെ എല്ലാവരും ഇപ്പൊ മെഹറിട്ട് നടക്കണമെന്നില്ല. ജസ്റ്റ് ഇപ്പൊ ഒരു റിങ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കൊടുത്താലും ഒരു മെഹറാണ് സംഭവം. അപ്പോൾ ഈ ഒരു ഇപ്പൊ എൻ്റെ ഒക്കെ എന്നെ മെഹർ ഇട്ടിട്ട് ഞാൻ ഒരിക്കലും അത് ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടിട്ടേ തന്നെയില്ല. അപ്പൊ അതൊക്കെ അവരെടുത്ത് പണയം വെച്ചു വിൽക്കുക അങ്ങനെയുള്ള സംഭവത്തിലേക്കൊക്കെ എത്തിയപ്പോൾ അത് ചിലപ്പോൾ അതിനൊരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അവരടുത്ത് പറയുമ്പോഴും നിങ്ങളുടെ ഒരു താലി എൻ്റെ കഴുത്തിലില്ലല്ലോ എന്ന് പറയുമ്പോഴും അതിനൊക്കെ എന്താ ഒരു വാല്യൂ. നമ്മൾ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോണതിലാണ് നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഈ സ്വർണത്തിൽ ഇപ്പൊ എൻ്റെ പേര് എഴുതിയിട്ടിട്ടില്ല ഇപ്പൊ ഒരു വാല്യൂ ഒന്നും ഇല്ല എന്നാണ് പറയല്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താലി ചെയിനിൽ എൻ്റെ പേഴ്സണലി എനിക്കതൊരു വാല്യൂ ഉള്ള സംഭവമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ മെഹർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെഹർ ഇടാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇടാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയാം. അതൊരു പെൺകുട്ടികൾക്ക് അതൊരു സേഫ്റ്റി ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് അതെനിക്കിഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ചെയ്തത് ഞാൻ ഒരു ചെയിനും ഒരു പേരൊടിച്ചിട്ട് പറഞ്ഞാൽ അതൊരു മെഹറാവില്ല. അത് അവൻ എൻ്റെ കഴുത്തിൽ കെട്ടി തന്നാൽ ശരിക്കും അതിന് വാല്യൂ ഉണ്ട്. ഓക്കെ. ഇപ്പം ഹസ്ബൻഡ് സൂയിസൈഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്ററോ പിന്നെ സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ അവരൊക്കെ വന്നിട്ട് സാജിദയെ കുറിച്ച് വളരെ മോശമായിട്ടും കുറെ അപവാദങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താന്നിപ്പം നമ്മൾ വീഡിയോ കാണുക വിടുക അങ്ങനെ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം ഇതിനോടൊക്കെ എങ്ങനെയാ സാജിദ റിയാക്ട് ചെയ്യുന്നത്? ഇപ്പൊ അവരോട് കോണ്ടാക്ട് ഇല്ലല്ല. ഇക്കാന്റെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്ക മരിക്കണതിന്റെ ഒരു 2 വർഷം മുന്നേ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ഇക്ക മരിച്ച ഒരു 1.5 വർഷമായിട്ടും അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ട് ഇക്കാന്റെ സിസ്റ്റർ ഓരോന്ന് വന്ന് പറയുമ്പോൾ ഞാനൊരു 4 മാസം മാറി നിന്ന ടൈമിൽ യൂട്യൂബിൽ നിന്ന് എല്ലാത്തിനും മാറി നിന്ന അത് എനിക്ക് ഒരു ഡിപ്രഷൻ ടൈം ആയിരുന്നു. ആ ടൈമിൽ ശരിക്കും ഇവള് വന്നിട്ട് ഇപ്പൊ പറഞ്ഞത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, അബോർഷൻ ആക്കി 4 മാസം ഉള്ള അങ്ങനെയാണ് എന്നാണ് ഇവള് അങ്ങനത്തെ ഒരു അപവാദമാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇക്കുള്ള ടൈമിലും ഇല്ല, ഇല്ലാത്ത ടൈമിലും ഇല്ല. പിന്നെ അവൾക്ക് അങ്ങനത്തെ ഒരു സംഭവം പറയേണ്ട ആവശ്യമില്ല. അവൾ ശരിക്കും എന്താ പറയാ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അങ്ങനെ ഇങ്ങനെ. പിന്നെ ആങ്ങളിനോട് അത്ര സ്നേഹമുള്ള പാർട്ടീസ് ഒന്നും അല്ല. അതിപ്പോൾ എനിക്കും അറിയാം, എൻ്റെ മക്കൾക്കും അറിയാം, ഇക്കാക്കും അറിയണതാണ്. ആ പെങ്ങൾക്ക് വലിയ ഇതൊന്നും ഇല്ല. പണം ആരുടെ അടുത്താണോ ഉള്ളത് അവരുടെ ഭാഗത്തേക്ക് മാത്രം നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ എനിക്ക് അവള് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിന് റിയാക്ട് ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവത്തിന് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും ഇക്ക മരിച്ച അന്ന് ആ വീട്ടിൽ നിന്ന് അവർക്ക് ശരിക്കും പറഞ്ഞാൽ തറവാടൊന്നുമില്ല. ഉമ്മ ഇപ്പം ഇല്ല, ഉമ്മ ഇപ്പം മരിച്ചു. പിന്നെ ഉള്ളത് ഏട്ടൻ അനിയൻ പെങ്ങന്മാർ മാത്രമേ ഉള്ളൂ. അവരുമായിട്ട് ഒരാളായിട്ട് ഞാൻ കോണ്ടാക്ട് ഇല്ല. അവരുടെ ഭാഗത്തേക്ക് ഞാൻ പോവാറില്ല. പിന്നെ അപ്പം അവർക്ക് ഞങ്ങളുടെ ആ ഭാഗത്ത് വന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ആങ്ങളുടെ മക്കളാണ്, അവർക്ക് അന്വേഷിക്കാം. അവരിതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം എന്തിനാ ഞങ്ങളെ കുറിച്ച് അങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം ഞാൻ മക്കളെ അന്തസ്സായി ഞാൻ മക്കളെ നോക്കുന്നുണ്ട്. അവളുടെ ആങ്ങളെ പോയിട്ടും ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് അത് ചിന്തിച്ചാൽ മതി. ഈ 5 മക്കളെ ശരിക്കും പറഞ്ഞാൽ ആങ്ങളെ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, നമ്മൾ അത്രയും വർഷം 15 വർഷം കൂടെ നിന്നിട്ട് 5 മക്കളെ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടാണ് നമ്മളത് പ്രസവിച്ച് അവരുടെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇട്ടിട്ട് പോവാന്ന് പറയുമ്പോൾ ആ മക്കളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിക്കണമായിരുന്നു. ആ ചിന്തിക്കാത്ത ഒരു പക്ഷം, കാരണം ഒന്നുമില്ലാത്ത ഒരു വീടോ സ്ഥലമോ അല്ലെങ്കിൽ ബാങ്കിൽ എന്തെങ്കിലും പൈസ ഒന്നുമില്ല, എൻ്റെ ഗോൾഡോ ഒന്നും എൻ്റെ കയ്യിലില്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഇട്ടിട്ട് പോയ ആളാണ്. അപ്പോൾ അവൾ അത്രയും അപവാദം വിളിച്ചവൾ പറയുമ്പോൾ അവൾ ആലോചിക്കണമായിരുന്നു, അവളുടെ ആങ്ങളുടെ 5 മക്കൾ എൻ്റെ കയ്യിലുണ്ട്, അവളാണ് കുട്ടികളെ നോക്കണമെന്ന് അവൾക്ക് ചിന്തിക്കായിരുന്നു. മരിച്ച ടൈമിൽ അവർ പറഞ്ഞായിരുന്നു മക്കളിനെ അവരുടെ കയ്യിൽ കിട്ടി പറഞ്ഞാൽ പഠിപ്പിക്കുക, അങ്ങനത്തെയൊക്കെ ഞാൻ ന്യൂസ് കേട്ടു. കാരണം അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് ഇക്കുള്ള ടൈമിൽ തന്നെ അവൾക്ക് 3 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ എനിക്ക് ആൺകുട്ടികളാണ്, 5 ആൺകുട്ടികളായതുകൊണ്ട് തന്നെ ആൺകുട്ടികളെ കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യം അവൾക്ക് ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് പഠിപ്പിക്കാൻ കൊടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഏറ്റെടുക്കുക എന്നുള്ളൊരു ഇതിലാണ്. ഒരിക്കലും അവരുടെ മക്കളിനപ്പോൾ അവർ വേറെ ഒരാൾക്ക് കൊടുക്കുമോ? അതുപോലെ തന്നെയല്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ മക്കളെ ഞാൻ ഒരാൾക്കും വിട്ടു കൊടുക്കില്ല. അങ്ങനെയായിരുന്നു ഞാൻ അപ്പോഴും. അവരോട് എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരോട് ഞാൻ പറഞ്ഞത്, എൻ്റെ മക്കളെ എങ്ങനെയാണെങ്കിലും എനിക്ക് നോക്കാൻ അറിയും, പഠിപ്പിക്കാനാണ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പഠിപ്പിക്കും, അല്ലാണ്ട് ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം അവൾക്ക് ഉണ്ടാവും. അപ്പം ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇപ്പം സാജിദയും ഹസ്ബൻഡും തമ്മിൽ ഒരു വഴക്ക് അങ്ങനെ ഒരു രീതിയിൽ? ഇല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇക്ക അന്ന് ഉച്ചയ്ക്കൊക്കെ എനിക്ക് മോൻ്റെ ബർത്ത്ഡേ ആണ് 27-ാം തീയതി സെപ്റ്റംബർ 27-ന്. അപ്പോൾ ഇക്ക വിളിച്ചിട്ട് അവനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, ഡ്രസ്സ് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. 9:30 വരെയൊക്കെ ഞങ്ങളോട് സംസാരിച്ച ഒരാളാണ്. പിന്നെ 10 മണിക്കാണ് ഈ വിവരം ഞാൻ അറിയണത്. അപ്പം അത്രയും ഇതായിട്ട് നിൽക്കുന്ന ആള് പെട്ടെന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. അവിടെ എന്തുണ്ടായി അല്ലെങ്കിൽ ആള് എന്തിനാ ആ ഒരു സംഭവം ചെയ്തെന്ന് എനിക്കറിയില്ല. അപ്പം കുറെ ഇതേപോലെ തന്നെ വേറെ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം സാജിദയുടെ വേറെ മറ്റ് ബന്ധങ്ങൾ അറിഞ്ഞിട്ട് ആള് മനസ്സുരുകിയിട്ട് സൂയിസൈഡ് ചെയ്തതാണ്. ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഫോൺ എപ്പോഴും ഇക്കാൻ്റെ കയ്യിലായിരിക്കും. വന്നാലും ഞാൻ അവിടെ പോകുമ്പോഴും എപ്പോഴും അവർ നോക്കും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്ക് അതിന് സൂസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ പിടിച്ച് അവർക്ക് എന്താ അതിന് വേണ്ടി വെച്ചാൽ അത് ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആള് ഇപ്പം അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ എന്താണ് പറയുക, സ്റ്റേഷനിലൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ പോയതാണ്. അങ്ങനെയാണ് പറഞ്ഞാൽ അവർക്ക് ഡൗട്ട് തോന്നിയ അവരെന്നെ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കുടുംബ പ്രശ്നങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കല് അത് എപ്പോഴും ഉള്ളതാണ്. 2 ദിവസം തല്ലുകൂടി തെറ്റിയ 3-ാം പക്കം ഉണ്ട്. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരിലുള്ള പോലെ എൻ്റെ അടുത്തും ഇക്കാൻ്റെ അടുത്തും ഉണ്ട്. ഇപ്പം കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, ഇപ്പം ഇക്ക മരിച്ച കേസ് ഒന്നുകൂടെ റീഓപ്പൺ ചെയ്യണം, ചെയ്തോട്ടെ, അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ചെയ്യുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ എനിക്ക് പേടിയില്ല. ഞാനിപ്പോ പറയട്ടെ, എൻ്റെ ഇക്കാന്റെ മരണം ഇപ്പോൾ ഇക്കാന്റെ ഏട്ടന്മാര് മരിച്ച ടൈമിലൊക്കെ സ്റ്റേഷനിൽ പോയപ്പോഴും അവരുടെ അടുത്ത് സ്റ്റേഷനിലത്തെ SI-നോട് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് വരുന്നിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ റീഓപ്പൺ എൻ്റെ അനിയൻ്റെ കേസ് അന്വേഷിക്കണം, ഞങ്ങൾക്ക് ഇതിൽ സംശയമുണ്ട് എന്ന് അവരപ്പം പറയായിരുന്നു, പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം അവർ റീഓപ്പൺ ചെയ്തിട്ട് കേസ് നടത്തണം എന്ന് പറഞ്ഞാൽ അവർ നടത്തിക്കോട്ടെ, എനിക്ക് ഒരു പ്രശ്നം, യാതൊരു പ്രശ്നം എനിക്ക് അതിൽ വരുന്നില്ല, എനിക്ക് പേടിയില്ല, സഹകരിക്കാം. അതിൻ്റെ ഭാഗം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നോർമൽ, ആള് സ്വയം ചെയ്തതാണ്, അല്ലാണ്ട് ഇതിൽ ഒരു ദുരൂഹതയില്ല. പിന്നെ അവരുടെ ഇക്കാൻ്റെ ഫോണ് ഫുൾ അവരൊരു 4 മാസത്തോളം അവരുടെ കയ്യിലുണ്ടായിരുന്നു. പോലീസുകാർ സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ അവർ ഫുൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ അവർ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരത് കേസ് അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ 4 മാസം കഴിഞ്ഞിട്ട് ആ ഫോൺ എനിക്ക് തന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ പറയുമായിരുന്നല്ലോ. ഇല്ല, അങ്ങനത്തെ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അപ്പം ഞാൻ കേസിൻ്റെ പിന്നാലെ പോയിട്ടില്ല. പിന്നെ എനിക്ക് ഈ കേസിൻ്റെ പിന്നാലെ പോകലല്ലായിരുന്നു പണി. കാരണം എനിക്ക് ഇക്ക മരിച്ച ആ ഒരു ടെൻഷനിൽ എൻ്റെ മക്കളെ എങ്ങനെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോകും എന്നുള്ള ഒരു സംഭവത്തില്ല. കാരണം ഭയങ്കര കടവും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിലാണ് ആൾ പോയത്. അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെ പോവോ, ഇക്ക മരിച്ചത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകും. പിന്നെ എനിക്കറിയാം ഇക്ക മരിച്ചത് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ അവർ അന്വേഷിച്ച് പറയുമല്ലോ, അത് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറേ പേര് റീഓപ്പൺ ചെയ്യും. അതിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടതിൻ്റെ ശേഷം ഇവളാണ് കൊന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പേടിയുണ്ടെങ്കിലല്ലേ. ഞാൻ ഇക്ക മണ്ണാർക്കാട് സ്ഥലത്താണ്, ഞങ്ങളൊരു 10-60-70 കിലോമീറ്റർ ലോങ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും മിക്കയും നല്ല ഡിഫറെൻറ്റ്. ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്ന ആർക്കും ഒരുമിച്ച് താമസിക്കുന്ന ടൈമിൽ ഞങ്ങൾ രണ്ടാളും വഴക്ക് കൂടിയിട്ട് അവൻ പോയി ചെയ്തതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ വീട്ടിലാണ്, അവരവിടെയും ഷോപ്പിൻ്റെ മേലെയാണ് അവർ ചെയ്തത്. അപ്പോൾ അതിലൊരിക്കലും എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇക്കാക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോയെന്നും എനിക്കറിയില്ല. അഥവാ അങ്ങനെ റീഓപ്പൺ വരുവാണെങ്കിലും സാജിദയ്ക്ക് അവർ ചെയ്തോട്ടെ, റീഓപ്പൺ ചെയ്യുകയാണെങ്കിലും എൻ്റെ ഭാഗത്തേക്ക് എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ എനിക്കൊരു പേടിയില്ല. കാരണം ഞാൻ അതിലൊന്നും അല്ല.